ആദരണീയനായ അധ്യക്ഷൻ ഉണ്ണി ഹാജി, വേദിയിലുള്ള അങ്ങേറ്റം ആദരണീയരായ ഫാദർ പത്രോസ് അവർകൾ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സഹോദരൻ കൂടിയായ അടാട്ട് വാസുദേവൻ, ലിജേഷ്, പള്ളിയിലെ ഖത്തീഫ് മുഹമ്മദ് അലി സഖാഫി, പ്രിയപ്പെട്ട കുഞ്ഞുട്ടി ഹാജി, നേരത്തെ പറയേണ്ട പേരാണ്. എത്രയോ വർഷങ്ങളായി കാരണവരെ പോലെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുട്ടി ഹാജി അടക്കം ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണം. സദസ്സിലും ഗുരുതുല്യരായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പന്താവൂർ മഹല്ല് കമ്മിറ്റി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ 1492 ജന്മദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ വിപുലമായ രീതിയിൽ 3 ദിവസം പല പരിപാടികളോടുകൂടി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ജാതി മത വർണ്ണ വർഗാതീതമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഇക്കാലത്ത് ഒരു വലിയ മാതൃകയാക്കുന്ന ആകാവുന്ന ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചതിൽ മഹല്ല് കമ്മിറ്റിയെ മുക്തകണ്ഠം അഭിനന്ദിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെമ്പാടും വംശീയ വെറി, മതവെറി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നാം കേട്ട ഒരു ലോക പ്രഖ്യാപനം, അമേരിക്കൻ പ്രസിഡന്റ് അനേക വർഷങ്ങളായി വലിയ തർക്കങ്ങൾക്ക് കാരണമായ ജെറൂസലേം, പലസ്തീൻ അവകാശപ്പെടുന്ന, ഇസ്രായേൽ അവകാശപ്പെടുന്ന, ക്രിസ്ത്യാനികളുടെ പുണ്യകേന്ദ്രമായ, മുസ്ലിങ്ങളുടെ പുണ്യകേന്ദ്രമായ, ജൂതന്മാരുടെ പുണ്യകേന്ദ്രമായ ജെറൂസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്, ജൂതരുടെ തലസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു കേവല പ്രഖ്യാപനമായിട്ടല്ല ലോകരംഗത്ത് തെളിയുക. അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വരെ കലാപങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള വിവാദ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ച് കലാപങ്ങൾ ഉണ്ടാക്കലും പരസ്പര സ്പർദ്ധ ഉണ്ടാക്കലും ഈ നൂറ്റാണ്ടിൽ ഇതേവരെ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലാത്ത, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായി. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ. അതിനുശേഷം സമാധാനകാംക്ഷികളായ അനേകം ആളുകളുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് സംഘർഷങ്ങൾ, മതങ്ങളുടെ പേരിൽ സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊരു വ്യാപക യുദ്ധമായി മാറാതെ കാത്തുരക്ഷിച്ചു പോരുന്നത്. പക്ഷെ യുദ്ധം ഉണ്ടാക്കിയേ തീരൂ എന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആയുധ വ്യവസായികൾക്ക് അവരുടെ കച്ചവടം നടക്കണം. ആളെ കൊന്നാലേ ആയുധം വിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഗാന്ധിയന്മാരും എല്ലാവരും നന്മയുള്ളവരും ആയാൽ ലോകത്ത് യുദ്ധം ഉണ്ടാവുകയില്ല. ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആയുധ ലോബികളാണ്. അവർക്ക് യുദ്ധങ്ങൾ ഉണ്ടാകണം, മനുഷ്യരെ കൊല്ലണം. അത് മതത്തിന്റെ പേരിലെങ്കിൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലെങ്കിൽ ജാതിയുടെ പേരിൽ, വംശങ്ങളുടെയും ഗോത്രങ്ങളുടെയും പേരിൽ. അങ്ങനെ ഇത് ലോകത്ത് പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നു. ഇന്ത്യയിൽ പോലും പണ്ടില്ലാത്ത വിധത്തിൽ പരസ്പര വിദ്വേഷങ്ങൾ, വിശ്വസിച്ച് ഞങ്ങളുടെ വർഗമാണ് ഇപ്പോൾ നിരന്തരം ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എഴുത്തുകാരെയാണ് തെരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊല്ലുന്നത്. ഞാനും പേടിച്ചു കിടക്കാറുണ്ട്. രാഷ്ട്രീയ നായകന്മാരെയൊന്നും പിടിച്ചു കൊല്ലത്തില്ല. കൽബുർഗി ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. ധബോൽക്കർ 1ാം തരം ഒരു എഴുത്തുകാരനായിരുന്നു. ഗോവിന്ദ് പൻസാരെ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു. ഇതപ്പൊ അടുത്ത ഗൗരി ലങ്കേഷ് എനിക്ക് അറിയാമായിരുന്ന ഒരു മഹതിയാണ്. ഈ കുറെ പേരെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. അപ്പോൾ തോക്കൊന്നും ഇല്ലാതെ ചിലർ നിശബ്ദരായി. ആ പെരുമാൾ മുരുകന്റെ ഒന്നും പറഞ്ഞ് തോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുത്തന്നെ നിർത്തി. കാരണം ജീവനിൽ കുതിയുള്ളതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തിയെന്ന്. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത്, കുറെ പേരെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർ മിണ്ടാതെയാവും. അപ്പൊ ആളുകൾ മിണ്ടാതെയാകുമ്പോൾ, നല്ല വർത്തമാനങ്ങൾ കുറയുമ്പോൾ വിദ്വേഷം, പരസ്പര സ്പർദ്ധ, മതങ്ങളുടെ പേരിലുള്ള കലഹം, ഇതൊക്കെ വർദ്ധിക്കും. അത് വർദ്ധിച്ചാൽ യുദ്ധങ്ങളിലേക്ക് പതുക്കെ കാര്യങ്ങൾ പോകും. അതാണ് ലോകത്തിപ്പോ സംഭവിക്കുന്നത്. അപ്പൊ അതിനെതിരായ ഒരു കാര്യമാണ് പന്താവൂരെ നല്ല മനസ്സുള്ള ആളുകൾ ചെയ്യുന്നത്. ഞങ്ങൾ കലഹം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അകൽച്ച ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നു, സൗഹൃദം ആഗ്രഹിക്കുന്നു. ഈ പ്രദേശത്തെ, ഈ മഹല്ലിലെ മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ല, ഈ മഹല്ലിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ കുടുംബങ്ങളിലും കയറി ചെന്ന് നിങ്ങൾ വരൂ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി 1492 വർഷം മുമ്പ് ഭൂജാതനായ ആ മഹാമനുഷ്യൻ നമുക്ക് തന്നത് എന്താണ്? അല്ലയോ മനുഷ്യ സമൂഹമേ. ആ മോൻ കുഞ്ഞിപ്പ പന്താവൂരിന്റെ മകൻ വന്നിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് പ്രധാനമായിട്ട്, ആ വരികളാണ് അദ്ദേഹം ചൊല്ലിയത്. അല്ലയോ മനുഷ്യ സമൂഹമേ,
നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ഖത്തീബ് തലയെക്കെട്ട് കിട്ടുന്നത്, ഒരാൾ ചന്ദനക്കുറി തൊടുന്നത്, ഒരാൾക്ക് നിസ്കാരത്താവുണ്ടാകുന്നത്, കുഞ്ഞിപ്പയുടെ ശിരസിൽ ഒരു തൊപ്പി ഉണ്ടാകുന്നത്, ഒരാൾ കറുത്ത മുണ്ടുടുക്കുന്നത്, മറ്റൊരാൾ വെളുത്ത മുണ്ടുടുക്കുന്നത്, ഒരാൾ ഇടത്തോട്ട് മുണ്ടുടുക്കുന്നത്, ഒരാൾ ചെവിയിൽ തുളസിപ്പൂ വയ്ക്കുന്നത് ഒക്കെ അടയാളങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും വാസുദേവൻ എന്ന പേരുണ്ടായാൽ നമ്മൾ അടാത്ത് വാസുദേവൻ അടയാളം കൊടുക്കും, അല്ലെ? എല്ലാവർക്കും ഒരേ പേരായ ആളുകൾ തിരിച്ചറിയാൻ പറ്റില്ല. മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാൻ ഉള്ള അടയാളങ്ങൾ മാത്രമാണ് ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും വ്യത്യാസങ്ങൾ. ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നും അല്ലെങ്കിൽ ഒരു അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പിറന്നുണ്ടായി ലോകത്തെമ്പാടും പരന്ന മനുഷ്യവംശം മുഴുവൻ ഏകോദര സഹോദരന്മാരാണ്. ഇത് പഠിപ്പിച്ചതാണ് എല്ലാ മതങ്ങളുടെയും എല്ലാ മതങ്ങളും. ഞാൻ ചെറിയ തോതിൽ വായിച്ചു പഠിക്കാൻ ശ്രമിച്ച മിക്കവാറും മതങ്ങളുടെ പ്രബോധനങ്ങളൊക്കെ തന്നെ ഈ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പല കാലങ്ങളിൽ ഉണ്ടായ മതങ്ങൾ എന്ന നിലയിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അത് ഒഴിച്ചാൽ ലോകമത പ്രബോധനങ്ങളൊക്കെ പഠിച്ചു നോക്കൂ, പഠിക്കണം, പ്രബോധനങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മതങ്ങൾ തമ്മിൽ അകലാനുള്ള സാധ്യത വളരെ കുറവാണ്. മതങ്ങൾ തമ്മിലും ഇല്ല, മനുഷ്യർ തമ്മിലും അകലാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ മതങ്ങളെ ഊന്നിക്കൊണ്ട് പറഞ്ഞത്, മതങ്ങളുടെ പേരിലാണ് അകൽച്ച ഉണ്ടാക്കാൻ വലിയ തോതിൽ ശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ പ്രദേശം വലിയൊരു സംസ്കാരമുള്ള പ്രദേശമല്ലേ. കൊച്ചിയിൽ ജൂതപ്പള്ളിയുണ്ട്. ജൂതമതം ഉണ്ടായ കാലത്ത് ജൂതമതം അത് ഉണ്ടായ സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയത് ഈ കൊച്ചിയിലാണ്, കേരളക്കരയിലാണ്. എത്രയോ വർഷം പഴക്കമുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോരും. പ്രവാചകൻ, അന്ത്യപ്രവാചകന്റെ കാലത്ത് തന്നെ മാലിക് ഇബ്നു ദിനാർ 12 പേരോടൊന്നിച്ച് ഇസ്ലാം മത പ്രചാരണത്തിന് വന്നത് കൊടുങ്ങല്ലൂരിലാണ്. മുസ്രിസ് കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ അവർക്ക് ഭാര്യമാരെ കൊടുത്തത് കേരളക്കരയാണ്. ആണുങ്ങൾ മാത്രമാണ് വന്നത്. ഉമ്മമാർ ഈ നാട്ടിൽ നിന്ന് ഉണ്ടായവരാണ്. അവർക്കൊരു ദേവാലയം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ചേരമാൻ പെരുമാൾ, മക്കത്ത് പോയ ചേരമാൻ പെരുമാളുടെ പിന്മുറക്കാരനായ ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ അമ്പലം പണി തീർക്കാൻ വേണ്ടി വെട്ടിവെച്ചിരുന്ന കല്ലെടുത്ത് അവിടെ പള്ളി ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇപ്പോഴും കാണാം, ചേരമാൻ മസ്ജിദ്. കുറച്ചുകൂടി ഇങ്ങോട്ട് പോകാൻ നമ്മുടെ ഫാദറിന്റെ സമൂഹത്തിൽപ്പെട്ട ക്രിസ്തീയ സമൂഹം, ക്രിസ്തുമതം അത് ആവിർഭവിച്ച സ്ഥലത്ത് വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് പുറത്തു വന്ന് ആദ്യമായ ഒരു ദേവാലയം സ്ഥാപിച്ചത് സെയിന്റ് തോമസ് ഗുരുവായൂരിനടുത്ത് പാലയൂരിൽ. ആ പള്ളി ഇപ്പോഴും ഉണ്ട്, പാലയൂർ പള്ളി. ഏറ്റവും പുരാതനമായ ഇന്ത്യയിലെ ക്രിസ്തീയ പള്ളിയാണ്. അവിടുന്ന് ഇത്തിരി ദൂരെ ഇങ്ങോട്ട് വന്നാൽ ഗുരുവായൂർ മഹാക്ഷേത്രം ഹൈന്ദവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമായി. ഇത്തിരി അപ്പുറത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഇങ്ങോട്ട് മാറിയാൽ തൃപ്രയാർ ക്ഷേത്രം. പൊന്നാനി വന്നാൽ വലിയ ജുമാഅത്ത് പള്ളി എന്നല്ല, 23 പള്ളി എന്നാണ്. 23 പള്ളിയല്ല, അതിലേറെ പള്ളികൾ പൊന്നാനിയിൽ. ഇപ്പൊ ജൂതപ്പള്ളി, മട്ടാഞ്ചേരി ജൂതപ്പള്ളി തൊട്ട് പൊന്നാനി ജുമാ മസ്ജിദ് വരെ യാത്ര ചെയ്താൽ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി മതങ്ങളുടെ പേരിൽ മനുഷ്യന്മാർ തമ്മിൽ യാതൊരു സ്പർദ്ധയും കലഹവുമില്ലാതെ ദേവാലയങ്ങൾ തൊട്ടുരുമ്മി നിൽക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ തീരദേശത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് പന്താവൂരെ പള്ളിയും ഇവിടുത്തെ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രവും മാക്കടവത്ത് ക്ഷേത്രവും എന്നല്ല, ഈ ആര്യങ്കാവ് ക്ഷേത്രവും ഒക്കെ ഒരു സംസ്കാരത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഞാൻ അമ്പലം കണ്ടാലും കൈകൂപ്പുന്ന ആളാണ്, പള്ളി കണ്ടാലും കൈകൂപ്പുന്ന ആളാണ്, ചർച്ച് കണ്ടാലും കൈകൂപ്പുന്ന ആളാണ്. എന്നെ ഇത് പഠിപ്പിച്ചത് എന്റെ മുത്തശ്ശിയാണ്. എനിക്ക് കുട്ടിക്കാലത്ത് ഈ അപസ്മാരത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഓർമ്മയാണ്. അപസ്മാരത്തിന്റെ അസുഖം വന്നാൽ അയച്ചുമുത്ത കൊണ്ടുവന്ന ഒരു വെടക്കിന്റെ നെയ്യ് മുഖത്ത് പുരട്ടി തരും. ഒപ്പം ഒരേ സമയത്ത് അമ്മ മുത്തശ്ശി കാരക്കാട്ട ഭഗവതിക്കോ ആര്യങ്കാവിലമ്മയ്ക്കോ പുഷ്പാഞ്ജലി നേരുകയും മൊഹീദ്ദീൻ തങ്ങൾക്ക് യാസീൻ ഓതാൻ നേരുകയും ചെയ്യും. മൊഹീദ്ദീൻ തങ്ങൾ എന്നാ ഞാൻ അന്ന് മനസ്സിലാക്കി. ഒരേ സമയത്താണ്. അയ്യോ ഈശ്വരാ, മൊഹീദ്ദീൻ തങ്ങൾക്ക് അത് തറീക്കുട്ടി മുസ്ലിയാർ എവിടെയാണ്, പെരുമുക്ക് തറീക്കുട്ടി മുസ്ലിയാർ എവിടെയാണ് മൊഹീദ്ദീൻ തങ്ങൾക്ക് യാസീൻ ഓതാൻ കൊണ്ട് കൊടുക്കുക. പിന്നെയാണത് മൊയ്തീൻ തങ്ങളല്ല, മൊഹീദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന ഷെയ്ഖ് മൊഹീദ്ദീൻ മാലയൊക്കെ പിന്നീട് ഞാൻ വായിച്ചു.
മുഹിദ്ദീൻ മാലയൊക്കെ വായിച്ചപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. എന്റെ മുത്തശ്ശി സ്കൂളിൽ പോയിട്ടില്ലാത്ത മുത്തശ്ശി പഠിപ്പിച്ചതാണ്. കാരേക്കാട്ടമ്മയ്ക്ക് പുഷ്പാഞ്ജലിയും മുഹിദ്ദീൻ തങ്ങൾക്ക് യാസീൻ ഓതലും ഒരേ ഇബാദത്ത് ആണ്, ഒരേ പ്രാർത്ഥനയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസമില്ല. മുത്തശ്ശിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല, മുത്തശ്ശിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴാണ് നമുക്ക് ഇതൊക്കെ വേറെ വേറെയാണെന്ന് തോന്നിയത്. അപ്പൊ ഈ വിദ്യാഭ്യാസമല്ല മുത്തശ്ശി, ഞാൻ ഈ ആഴ്ചമത്തെയും മുത്തശ്ശിയൊക്കെ എപ്പോഴും പറയുന്നത് അവരൊക്കെ തന്നതാണ് എന്റെ ഒരു സംസ്കാരം. ഈ റംസാൻ മാസക്കാലത്ത് അയച്ചുമ്പത്തേടെ എപ്പോഴും കുഞ്ഞാണിയുടെ മകളുടെ കല്യാണമാണ്. കുഞ്ഞാണി വന്നിട്ടുണ്ട്. കുഞ്ഞാണി ഞാൻ കുഞ്ഞിച്ച് കളിച്ചു കൊള്ളണം. കുഞ്ഞാണി പെരുന്നാൾ കാലത്ത് വന്നിട്ട് എന്റെ വായിൽ മൂക്കിന്റെ അവിടെ കൈ കാണിച്ചു. ഇപ്പൊ ഒരു മണം, ഇറച്ചിയുടെ മണം. ഇത് പത്തിരി ഇറച്ചിയും കഴിച്ചതിന്റെയാണെന്ന് പറയും. ഇപ്പൊ എന്റെ വീട്ടിൽ അന്ന് മത്സ്യമാംസാദികളൊന്നും കൊണ്ടുവരില്ല. എന്റെ മുത്തച്ഛൻ നമ്പൂതിരിയാണ്. അന്നത്തെ കാലത്തെ വ്യവസ്ഥയിൽ സംഭവിച്ചതാണ്. ഞങ്ങൾ നായന്മാരാണെങ്കിലും അത് സംബന്ധ വ്യവസ്ഥയിൽ എന്റെ മുത്തച്ഛൻ നമ്പൂതിരിയാണ്. നമ്പൂതിരിക്ക് മകൻ പേരക്കുട്ടിയാണ്. ഇവിടെ പറയാലോ, ആലങ്കോട്ടായത് തുറന്നു പറയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുകൊണ്ട് അക്കാലത്ത് വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും കൊണ്ടുവരില്ല. അപ്പോഴാണ് എനിക്ക് ഇറച്ചിയുടെ മണം സഹിക്കാൻ വയ്യാതെ ഞാൻ ദിവസം വീട്ടിൽ പോയി പറഞ്ഞു, എനിക്ക് ഇറച്ചിയും പത്തിരിയും കഴിക്കണം. എന്റെ അമ്മ നെഞ്ചത്തരിച്ച് വിളിക്കാൻ തുടങ്ങി, എന്തായി കുട്ടി പറയണത്? പക്ഷെ ഇതെങ്ങനെയോ കുഞ്ഞാണി പറഞ്ഞിട്ടാണെന്ന് അറിയില്ല, ആഴ്ചമുത്ത കേട്ടു. ഒരു ദിവസം കൊണ്ട് ആഴ്ചമുത്ത ആരും കാണാതെ അടുപ്പുറത്ത് കൂടെ വന്ന് ഒരു പാത്രത്തില് അമ്മമ്മയെ മുത്തശ്ശി വിളിക്കും, കല്യാണമേ എന്ന് വിളിച്ചു. കല്യാണമേ നിങ്ങൾ കഴിക്കേണ്ട, അതും കുട്ടികൾക്ക് കൊടുത്തോളി, അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഇറച്ചിയും പത്തിരിയാണ് തന്നത്. എന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി തന്നതാ. കൈകൊണ്ട് മത്സ്യമാംസാദികൾ കൂട്ടിയിട്ടില്ലാത്ത മുത്തശ്ശി അത് ഞങ്ങൾക്ക് വിളമ്പി തന്നു. അന്ന് ഞാൻ കഴിച്ചത് പോത്തിറച്ചിയാണ്. അന്ന് 5-8 വയസ്സായിട്ടുള്ളൂ, 6-7 വയസ്സായിട്ടുള്ളൂ. അന്ന് കോഴിയിറച്ചി ഒന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടില്ല. ഈ കോഴിക്കടകളൊന്നുമില്ല. അപൂർവമായിട്ടാണ് വല്ല വീട്ടിലും കോഴി ഇറക്കുക. അത് വളർത്തുന്ന കോഴീനെയാണ് ഇറക്കുക. വല്ല പ്രധാനപ്പെട്ട വിരുന്നുകാർ വന്നാലേ കോഴി ഇറക്കുള്ളൂ. അങ്ങനെ കോഴി ഇറക്കുകയാണെങ്കിൽ ഓരോ വാർഡ് തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി കോഴിയെ നാട്ടിലിട്ട് ഓടിച്ച് പിടിച്ചിട്ട് വേണം. ഒരു വീട്ടിൽ കോഴി ഇറക്കുന്നുണ്ടെങ്കിൽ നാട് മുഴുവൻ വർത്തമാനം പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപൂർവമായിട്ടൊക്കെ കോഴി ഇറച്ചി കിട്ടാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് കഴിച്ചത് ഒന്നാന്തരം പോത്തിറച്ചിയാണ്. ഞാൻ ഇപ്പോഴും ബീഫ് കഴിക്കും. ഈ രാജ്യത്ത് ആര് ബീഫ് നിരോധിച്ചാലും എന്നെ നിരോധിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്കൊരു സംസ്കാരം ഉണ്ടാക്കി തന്നത് സ്കൂളിൽ പോകാത്ത എന്റെ മുത്തശ്ശിയും എന്റെ അമ്മമ്മയാണ്. ഇത് ഭക്ഷണത്തിലും ജീവിതത്തിലും നമ്മൾ പങ്കുവെക്കുന്നതാണ് സംസ്കാരം. അത് ആഴ്ചമുത്ത വേറെയാണെന്നും എന്റെ മുത്തശ്ശി വേറെയാണെന്നും എനിക്ക് മരിക്കും വരെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിച്ചാൽ ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ അകൽച്ച ഉണ്ടാവേണ്ടതില്ല. ഞാൻ ഈ 2 പേരെ പറഞ്ഞു എന്നുള്ളൂ. ഈ പ്രദേശത്ത് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളാണ്. മതമൊന്നും ബാധകമല്ലാത്ത എത്രയോ സുഹൃത്തുക്കൾ, എത്ര സുഹൃത്തുക്കളാണ്. എന്റെ അമ്മ പറ്റതുപോലെയുള്ള സഹോദരന്മാർ എത്രയോ മതങ്ങളിൽപ്പെട്ടവരുണ്ട്. ഇതാണ് സംസ്കാരം. ഇതിനാണ് സൗഹൃദം ഊട്ടി വളർത്തേണ്ടത്. നല്ല കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ ആളുകൾക്ക് സമയമില്ല. ആളുകൾക്ക് ഇപ്പൊ ഒന്നിനും സമയമില്ല. ഈ വാട്സാപ്പിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ആരും ഇപ്പൊ നേരെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ പല മീറ്റിങ്ങിലും പ്രസംഗിക്കാൻ മുമ്പ് അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കും. ഈ പ്രസംഗം കേൾക്കില്ല, ഒരാളും പ്രസംഗം കേൾക്കില്ല. ഇപ്പൊ ഞാൻ എന്റെ പ്രസംഗം എഴുതിയിരിക്കുന്നത് കേൾക്കണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ആരോ പറഞ്ഞ് പ്രസംഗം വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം പലരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാട്സാപ്പിൽ കുത്തി വിടുക. മുഖത്ത് നോക്കി ആളുകൾ വർത്തമാനം പറയുന്നത്. വാട്സപ്പൊക്കെ നല്ലതായിരിക്കും. എനിക്കതില്ല കേട്ടോ. എനിക്ക് അത്ര വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാട്സപ്പ് ഒന്നും എടുത്തിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ദോഷം, ഇതിന്റെ പ്രധാനപ്പെട്ട സെൽഫി കാണിക്കാനുള്ളതാണ് ലോകമെന്നാണ് എല്ലാവരും വിചാരം. ഞാൻ എന്റെ സെൽഫി എടുത്ത് ലോകത്തെ കാണിക്കും. ഇപ്പൊ ലോകത്തിന്റെ പണി എന്താണ്? എന്റെ സെൽഫി കാണലാണെന്നാണ് ഓരോരുത്തരുടെയും ധാരണ. ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അവനവന്റെ സെൽഫി കാണാനാണെന്നാണ്. സെൽഫിയിൽ നിന്ന് സെൽഫിഷ്നെസ്സിലേക്ക് അധികം ദൂരമില്ല. സെൽഫിയിൽ നിന്ന് സ്വാർത്ഥത്തിലേക്ക്, സെൽഫിഷ്നെസ്സിലേക്ക് അധികം ദൂരമില്ല. സെൽഫിഷ്നെസ്സിൽ നിന്ന് ഫാഷിസത്തിലേക്കും അധികം ദൂരമില്ല. അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ ഫാഷിസ്റ്റ് ആയിത്തീരും. അത് ഏത് മതത്തിൽപ്പെട്ടയാളും ഏത് ജാതിയിൽപ്പെട്ടയാളും ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചാൽ എന്റെ കീഴിൽ വരണം എല്ലാം എന്ന് ആളുകൾക്ക് തോന്നും. ഇത് തോന്നാതിരിക്കണമെങ്കിൽ ഞാനല്ല, നമ്മളാണ്, ഞാനും നിങ്ങളും ചേർന്നതാണ്. ഇതാണ് മതങ്ങളുടെ പ്രബോധനങ്ങൾ പഠിപ്പിച്ചത്. ലോകത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്, സെൽഫിയുടെ രക്തസാക്ഷിയാണ് ഗ്രീക്ക് പുരാവൃത്തത്തിലെ നായകനായ നാർസിസിസ്. നാർസിസിസ് ഒരിക്കൽ ഒരു വനപ്രദേശത്തു കൂടി പോകുമ്പോൾ ഒരു തെളിഞ്ഞ തടാകത്തിൽ നാർസിസിന്റെ പ്രതിബിംബം കണ്ടു. അന്ന് കണ്ണാടിയൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ കണ്ണാടിയിൽ തന്നെ കണ്ടപ്പോൾ നാർസിസിന് തോന്നി, അയ്യോ ഞാൻ എന്തൊരു സുന്ദരനാണ്. അപ്പൊ തന്നെ കണ്ടു, വീണ്ടും കണ്ടു, വീണ്ടും കണ്ടു. ഭക്ഷണം പോലും ഇല്ലാതെ എപ്പോഴും തടാകത്തിന്റെ തീരത്തിരുന്ന് തന്റെ സൗന്ദര്യം കണ്ട് കണ്ട് മതിയാവാതെ അയാൾ തടാകത്തിൽ വീണ് മരിച്ചുപോയി. ഇങ്ങനെ നോക്കി തടാകത്തിൽ വീണു. അതാണ് ഈ സെൽഫി എടുക്കാൻ വേണ്ടി തീവണ്ടിയുടെ മുമ്പിൽ ചെന്ന് കുട്ടികൾ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത്. അവനവനെ കുറിച്ചുള്ള സ്നേഹം മൂത്ത് അവനവനെ കണ്ടു മരിക്കും. KG ശങ്കരപ്പിള്ളയുടെ കവിതയിൽ പറയും,
ആരെയാണ് കൂടുതൽ ഇഷ്ടം? ചോദ്യമാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നെ തന്നെ. ഉത്തരം. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. എന്നെയുള്ള ഇഷ്ടം കഴിഞ്ഞിട്ട് വേണ്ടേ ഒരാളെ ഇഷ്ടപ്പെടാൻ? എന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരം. ഇത് ആധുനിക മുതലാളിത്തവും ടെക്നോളജിയും കൂടി ഉണ്ടാക്കിയ ഒരു ചതിയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ വരും. ഇങ്ങനെ അവനവനെ കണ്ട് മരിക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലുള്ള പാരസ്പര്യങ്ങൾ, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതിയതാണ്. ഞാൻ അടാട്ട് വാസുദേവൻ, സിദ്ദിഖ് എന്നൊക്കെ പറയുന്നത് ഒരു ആത്മരൂപത്തെ തന്നെയാണ്, പല പേരുകളിൽ കാണപ്പെടുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ സുഖത്തിന് ചെയ്യുന്നത് വാസുവിന്റെയും സിദ്ദിഖിന്റെയും പത്രോസാറിന്റെയും സുഖത്തിന് കൂടി ആയിത്തീരണം. അങ്ങനെ ആയിത്തീർന്നാൽ ലോകത്തെ പോലെ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം, ഇത്ര സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ സ്ഥലം ഭൂമിയിൽ ഇല്ല, 17-14 ലോകങ്ങളിലും ഇല്ല. ഇപ്പൊ സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയാൽ, നേരത്തെ സിദ്ദിഖ് ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു ജൂതന്റെ ശവശരീരം കൊണ്ട് എഴുന്നേറ്റ് ജനാസ നമസ്കരിച്ച ഈ പ്രവാചകനോട് അതൊരു ജൂതന്റെ ശവമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മനുഷ്യന്റെ ശവശരീരത്തെയാണ് ആദരിച്ചത്. പ്രവാചകൻ അത് നിർബന്ധപൂർവ്വം പറഞ്ഞ ഒരാളാണ്. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്ന് പ്രവാചകൻ അടിവരയിട്ട് പറഞ്ഞു. തന്റെ പള്ളിയിൽ തന്നെ കാണാൻ വന്ന ക്രിസ്തീയ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ പോകാൻ പുറപ്പെട്ടു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, പ്രാർത്ഥിക്കുകയാണ് വേണ്ടുവെങ്കിൽ ഇതാ ഈ പള്ളിയിൽ, അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത് 1400-ലധികം കൊല്ലം മുമ്പ് പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയാണ്. ലോകത്തിൽ അന്ത്യപ്രവാചകൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മഹത്വം സ്വഭാവശുദ്ധിയിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല. ഹൈഗൽ എന്ന് പറയുന്ന അതിപ്രശസ്തനായ ഒരു പണ്ഡിതൻ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്ര പുസ്തകമുണ്ട്. അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായിരുന്നില്ല, ക്രിസ്തു മതവിശ്വാസിയായിരുന്നു. ഹൈഗലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു. ഹൈഗൽ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയും, എല്ലാ പ്രവാചകന്മാരിലും വെച്ച് അന്ത്യപ്രവാചകനെ വിശിഷ്ടനാക്കുന്ന ഒരു കാര്യം, ആദ്യത്തെ പ്രവാചകൻ തൊട്ടുള്ള ആളുകൾക്കൊന്നും അവരാഗ്രഹിച്ചതുപോലെ ഒരു വ്യവസ്ഥ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പറ്റിയില്ല. അല്ലെ, ആദ്യത്തെ പ്രവാചകൻ ആദം, ആദ്യത്തെ മനുഷ്യൻ, ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ആദം നബി, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ആദം പ്രവാചകനായിട്ടാണ് അറിയപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പറയും, ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ സന്തതി പരമ്പരകളാണ് മനുഷ്യർ. ആദം നബി എന്നാണ് അറിയപ്പെടുക. ആദം നബി തൊട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെ 1,25,000-ഓളം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ തരുന്ന കണക്ക്. അവരുടെ പേര് വിവരങ്ങൾ മുഴുവൻ നബിയോട് പറയാണ് ദൈവം, നിനക്ക് മുമ്പും എത്രയോ പ്രവാചകന്മാരെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ അയക്കാത്തതായ ഒരു ഭൂഭാഗവും ഭൂമിയിലില്ല. അവരുടെ പേര് വിവരങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി തന്നിട്ടില്ല. എങ്കിലും ഈ പ്രവാചകന്മാരൊക്കെ ഒരുപോലെയാണ്. ഇതെല്ലാം മതങ്ങളിലും പറയുന്ന. ഞാൻ പറയാറുള്ളത്, കേട്ടറിവനുസരിച്ച് ഇന്ത്യയിൽ പ്രവാചകൻ എന്ന് പറയാറില്ല. നമ്മൾ പറയുന്നത് അവതാരങ്ങൾ എന്നൊക്കെയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഈ പ്രവാചക പരമ്പരയിൽ ഇടമുള്ള ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. എന്നാൽ ഈ അകൽച്ചെങ്ങ് മാറും. ആദ്യ പ്രവാചകൻ തൊട്ട് അന്ത്യപ്രവാചകൻ വരെ ഉള്ള ആളുകളിൽ ഭവിഷ്യൽ പുരാണം എന്ന് പറയുന്ന ഭാരതീയ പുരാണത്തിൽ മഹാമതൻ എന്നൊരു അവതാരം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നു. മഹാമതൻ ഞാൻ വിചാരിക്കുന്നു മുഹമ്മദ് നബി പ്രവാചകൻ തന്നെയാവും. ഭവിഷ്യൽ പുരാണം ആ കാലത്ത് പറഞ്ഞതാ. ഖുറാനിൽ തന്നെ ഒരു കറുത്ത പ്രവാചകൻ ഉണ്ടായിരുന്നത്, അത് ഞാൻ പറഞ്ഞതല്ല, എന്നോട് പ്രശസ്ത കവി, വലിയ മതേതര രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച യൂസഫ് അലി കേച്ചേരി ഒരിക്കൽ പറഞ്ഞു, ശ്രീകൃഷ്ണനോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണനെയും ഞാനൊരു പ്രവാചകനായിട്ട് കാണുന്നു. വിശുദ്ധ ഖുറാനിൽ കറുത്ത പ്രവാചകനെ കുറിച്ച് പറയുന്നു. ആ കറുത്ത പ്രവാചകൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നാണ് എന്റെ വിശ്വാസം. ശ്രീകൃഷ്ണനെ കുറിച്ച് ഏറ്റവും മനോഹരമായ കവിത എഴുതിയിട്ടുള്ളത് ഓട്ടൂർ പുരിപ്പാടോ അക്കിത്തൊന്നുമല്ല, യൂസഫ് അലി കേച്ചേരിയാണ്. യമുനെ പാടൂ പാടൂ നീ യാദവ സ്മൃതി ഗീതകൾ, മനസ്സിൻ വെണ്ണ മോഷ്ടിക്കും മണിവർണ്ണന്റെ ഗീതികൾ. ഒന്നാന്തരം അനുഷ്ടുപ്പ് വൃത്തത്തിലാണ്, വൈദിക വൃത്തമാണ്. വൈദിക വൃത്തമായ അനുഷ്ടുപ്പിൽ ഇത്ര മനോഹരമായിട്ടൊരു കവിത എഴുതിയ ആളില്ല. സുഗതകുമാരി ടീച്ചർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, സുഗതകുമാരി ടീച്ചറുടെ അമ്മ മരിക്കുന്ന സമയത്ത് ഒരാഗ്രഹം പറഞ്ഞു. രാമായണം അവർ കേൾപ്പിച്ചു. എനിക്ക് രാമായണം മാത്രം കേട്ടാ പോരാ, നീ ആ യൂസഫ് അലി കേച്ചേരിയുടെ ഈ കൃഷ്ണ കവിതയൊന്ന് എന്നെ കേൾപ്പിക്കൂ.
യൂസഫ് അലി കേച്ചേരി എഴുതിയ കൃഷ്ണ കവിത കേട്ടിട്ടാണ് സുഗതകുമാരി ടീച്ചറുടെ അമ്മ മരിച്ചത്. ഇത് ഞാനൊന്നും കെട്ടുകഥ പറയുന്നല്ല. ഞങ്ങൾ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ ചില ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ്. കാരണം മനുഷ്യർക്ക് തമ്മിൽ അകൽച്ച ഉണ്ടാകരുത്. അതുകൊണ്ട് പ്രവാചകന്മാരെ നോക്കൂ നിങ്ങൾ. രണ്ട് മതങ്ങൾ, ഇപ്പൊ ജെറൂസലേമിന്റെ വിശുദ്ധ ജെറൂസലേമിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ജൂത, ക്രൈസ്തവ, ഇസ്ലാമിക മതങ്ങളിലൊക്കെ പ്രവാചകന്മാർക്ക് തമ്മിൽ അടുപ്പമുണ്ടല്ലോ. ഇബ്രാഹിം നബി എന്ന് പറയുന്ന പ്രവാചകനെയാണ് ക്രിസ്തുമത വിശ്വാസികൾ അല്ലെ ഏബ്രഹാം എന്ന് വിളിക്കുന്നത്. യേശുദേവൻ എന്ന് ക്രിസ്തുമത വിശ്വാസികൾ കരുതുന്ന പ്രവാചകനെയാണ് ഈസാ നബി എന്ന് ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്നത്. നിങ്ങൾ ഈ പ്രബോധനങ്ങളെ ഒന്നെടുത്ത് പഠിച്ചു നോക്കൂ. ഇതൊക്കെ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ പേരുകൾക്ക് തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ഇതറിയണമെങ്കിൽ കുട്ടികൾക്ക് ഈ പ്രബോധനങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാ മതവിശ്വാസികളും എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ, പറയുന്നതിൽ വിരോധം തോന്നരുത്, എന്റെ കൂടെ പഠിച്ചിരുന്ന MV മുഹമ്മദ് മദ്രസയിൽ നിന്ന് വരുമ്പോ ഈ മുസായിബും കൊണ്ടാണ് വരിക. അന്ന് മദ്രസ പഠിക്കുന്ന പുസ്തകം. മുസായിബ് അമുസ്ലിങ്ങൾ നോക്കിയാൽ കണ്ണു പൊട്ടും എന്ന ആ കാലത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് എനിക്ക് മുസായിബ് കാണിച്ചില്ല, എന്റെ കണ്ണു പൊട്ടി പോകണ്ടാന്ന് വെച്ചിട്ടാണ് കാണിച്ചത്. പക്ഷെ മുതിർന്നതിന് ശേഷം ഞാൻ വിശുദ്ധ ഖുറാന്റെ പല പരിഭാഷകളും തേടി പിടിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിശുദ്ധ ഖുറാൻ ആരുടെയും കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, എല്ലാവരുടെയും കണ്ണ് തെളിയിക്കുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ അമുസ്ലിങ്ങൾ വായിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. വേദങ്ങൾ അഹിന്ദുക്കൾ വായിച്ചതുകൊണ്ടും യാതൊരു കുഴപ്പമുണ്ടാവില്ല. ബൈബിൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വായിച്ചതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഒരു വിപ്ലവം നമുക്ക് തുടങ്ങി വെക്കണം. ഇപ്പോൾ പന്താവൂർ മഹലിൽ ചെയ്തിരിക്കുന്ന മഹത്തായ സേവനമുണ്ടല്ലോ. നബിദിനത്തിന് ശിവേട്ടനും സൂര്യമാഷും ഒക്കെ അടക്കം എല്ലാ ആളുകളും ഇവിടെ വന്നിരുന്ന് നമുക്ക് ഈ പ്രവാചകനെ അറിയണം. അന്ത്യപ്രവാചകൻ 40 വർഷം കച്ചവടം ചെയ്ത് ജീവിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷെ ആ കാലത്തും അന്ത്യപ്രവാചകന്റെ പേര് അൽ അമീൻ എന്നായിരുന്നു, വിശ്വസ്തൻ. ഞാൻ ഈ ഹൈഗലിന്റെ പുസ്തകത്തിൽ നിന്നാണ് നേരത്തെ അറിയാത്തൊരു കഥ മനസ്സിലാക്കിയത്. പ്രവാചകന് 20-25 വയസ്സുള്ള കാലത്ത് വിശുദ്ധ കഅബാലയത്തെ കുറിച്ച് വലിയ തർക്കമുണ്ടായി. കഅബാലയം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഗോത്രങ്ങൾ തമ്മിൽ വലിയ തർക്കമുണ്ട്. തർക്കം പരിഹരിക്കാൻ വേണ്ടി 4 ഗോത്രക്കാർ 4 ചുമര് പടുത്തോട്ടെ. 4 ഗോത്രക്കാർ തമ്മിലാണ് പ്രധാനപ്പെട്ട തർക്കം. അതുകൊണ്ട് ഓരോ ഗോത്രക്കാരും ഓരോ ചുമര് പടുത്തു കയറി. ഒരു തർക്കമില്ലാതെ അങ്ങനെ പടുത്തു പൊങ്ങി അതിന്റെ മുകളിൽ ഒരു വിശുദ്ധ ശില സ്ഥാപിക്കാനോ, ആ ശിലയുടെ പേര് ഞാൻ മറന്നുപോയി, ആ ശില സ്ഥാപിക്കാനുള്ള അവകാശം ഇത് ആർക്കാണ്? തർക്കമായി. 4 ചുമര് 4 പേര് പടുത്തു, ശില ഒന്നല്ലേ. ഇതെങ്ങനെ 4 പേര് കൂടി വെക്കുക? അപ്പൊ ഞങ്ങൾക്ക് വേണം. ഭയങ്കര തർക്കം. കഅബാലയം പടുത്ത് പൊന്തിച്ചതിന് ശേഷം അതിന്റെ പേരിൽ യുദ്ധമുണ്ടാകുമെന്ന ഭയങ്കരമായ അവസ്ഥയാണ്. അപ്പൊ അവിടെ പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു വിശ്വാസി, സത്യവിശ്വാസി, നല്ലവനായ ഒരു മനുഷ്യൻ, നമ്മുടെ മൊയ്തുബിക്കാരെയൊക്കെ പോലുള്ള ഒരാൾ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു മധ്യസ്ഥനെ ഏൽപ്പിക്കാം. കുഞ്ഞുട്ടിക്ക ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഒരു മധ്യസ്ഥനെ ഏൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ആരാണ് മധ്യസ്ഥൻ? ഒരു സമ്മതനായ മധ്യസ്ഥൻ വേണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഭാഭാഗത്തു നിന്ന് ആരാണോ കഅബാലയത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ഇതിന് മധ്യസ്ഥത ഏൽപ്പിക്കാം. ഒരു നിയോഗം പോലെ ആദ്യം സഭാഭാഗത്ത് നിന്ന് കഅബാലയത്തിലേക്ക് വന്നത് മുഹമ്മദാണ്. അന്ന് പ്രവാചകനായിട്ടില്ല, കച്ചവടക്കാരനാണ്, 18 വയസ്സേ ആയിട്ടുള്ളൂ. മുഹമ്മദിനോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളാണ് മധ്യസ്ഥൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ തുണി കൊണ്ടുവരും. അദ്ദേഹം ആ തുണി നിലത്ത് വിരിച്ചു, ആ ശില എടുത്ത് ആ തുണിയുടെ നടുക്ക് വെച്ചു. 4 ഗോത്രക്കാരോട് 4 തല പിടിക്കാൻ പറഞ്ഞു. 4 തല പിടിച്ച് ഈ പൊക്കി 4 പേരും ഐക്യത്തോടു കൂടി പൊന്തിച്ച് വെക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ മുഹമ്മദ് എടുത്തത് അവിടെ വെച്ചു. ആർക്കൊരു തർക്കം ഉണ്ടായില്ല. 4 പേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തർക്കം ഉണ്ടാവുകയില്ല. അതിനാണ് മധ്യസ്ഥതയൊക്കെ. നമ്മുടെ നാട്ടിൽ വലിയ നാട്ടുമധ്യസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തർക്കം ഉണ്ടെങ്കിലും മധ്യസ്ഥന്മാർ പറഞ്ഞു തീർക്കും. പോലീസും ചങ്ങരംകുളത്തൊന്നും പോലീസ് സ്റ്റേഷൻ തന്നെ ഉണ്ടായിരുന്നില്ല. സ്റ്റേഷൻ വന്നപ്പോഴാണ് കേസ് കൂടിയത്, അല്ലേ? സ്റ്റേഷനിൽ ചെന്നപ്പോൾ കേസൊന്നും. ഞാൻ ഈയിടെ ലക്ഷദ്വീപിൽ പോയി. ഈ ദുരന്തം വരുന്നതിന് 1.5 ആഴ്ച മുമ്പ് ലക്ഷദ്വീപിലിട്ടായിരുന്നു. കവരത്തി, അഗത്തി, മിനിക്കോയ് പോലുള്ള ദ്വീപുകളിലൊക്കെ പോയി. അവിടെ വല്ലാത്തൊരു അത്ഭുതം തോന്നിയത്, ഞാൻ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റിനെ, അദ്ദേഹം ഇവിടുത്തെ പോയാളാണ്, നീതിന്യായ വകുപ്പിൽ നിന്ന് പോയാളാണ്. ഞങ്ങൾ ഒന്നിച്ച് അടുത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സമാധാനമായിട്ടിരുന്നൊരു കാലം കേസേ ഇല്ല. ലക്ഷദ്വീപിൽ കേസില്ല, അവിടെ ക്രിമിനലുകളില്ല. ഇനി അഥവാ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാട്ടുപഞ്ചായത്ത് മഹല്ല് തലത്തിൽ 100% മുസ്ലിം വിശ്വാസികൾ ജീവിക്കുന്ന സ്ഥലമാണ്. മഹല്ല് തലത്തിൽ തീർക്കും.
അത് കോടതിയിലേക്ക് എത്തില്ല. ഞാൻ ഈ ഖത്തീബ അവിടെ ഇരിക്കുന്നത് പറയാം, നമുക്ക് ഈ തർക്കങ്ങളൊക്കെ ഈ മഹലിൽ തീർക്കാവുന്നേ ഉള്ളൂ അല്ലെ. ഏത് ആളുകൾ തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളും മഹലിൽ തീർത്താൽ അതിന് മതവും നോക്കണ്ട, നമ്മളൊക്കെ വിളിച്ചോളൂ അല്ലെ. മടാട്ട് വാസുദേവനെ വിളിക്കാം, സിദ്ദീഖിനെ വിളിക്കാം, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കുട്ടികൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാതെ. ഞാൻ പറഞ്ഞു വന്നത്, അന്നും അൽ അമീൻ ആണ് മുഹമ്മദ് നബി പ്രവാചകൻ. അന്ന് പ്രവാചകനായിട്ടില്ല. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഹിറാ ഗുഹയിൽ തപസ്സല്ല, അദ്ദേഹം എല്ലാ കൊല്ലവും റംസാൻ കാലത്ത് ഹിറാ ഗുഹയിൽ പോകും. അവിടെ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ എന്ന മലക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇഖ്റ എന്ന് ഉച്ചരിച്ചു. വായിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ആയത്ത് വായിക്കുക എന്നാണ്. നോക്കൂ, എത്ര മഹത്തായ സന്ദേശമാണ്. ഞങ്ങൾ എഴുത്തുകാർക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യമില്ല. വായിക്കാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് എനിക്ക് വിശുദ്ധ ഖുർആനോട് വലിയൊരു അടുപ്പം കൂടുതലായി. മറ്റു പുസ്തകങ്ങളൊന്നും ആദ്യം പറഞ്ഞത് വായിക്കാനാണ്, പിന്നെയാണ് വായിക്കാനൊക്കെ പറഞ്ഞത്. വായിക്കുക എന്ന് ആദ്യം പഠിപ്പിച്ച മതമാണ്. മാത്രമല്ല, വായിക്കുക നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ. ആ വാചകം തൊട്ട് അദ്ദേഹം വായിച്ചു തുടങ്ങി. നിരക്ഷരനായിട്ട് അദ്ദേഹത്തോട് കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു വായിക്കുക എന്ന് ആജ്ഞാപിച്ചു. 2 തവണ ആജ്ഞാപിച്ചപ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹത്തിന് അവതീർണമായി കിട്ടിയതാണ് വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂക്തങ്ങളും മക്കത്തും മദീനത്തുമായിട്ട്. ആ സൂക്തങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ വേദങ്ങളും ഉപനിഷത്തുകളും തമ്മിൽ ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ തോന്നും. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. കുൽഫു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന പ്രാർത്ഥനയും ഞാൻ ഈ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാനാ ഉപാസത എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ ഐകമത്യ സൂക്തവും തമ്മിൽ ഇങ്ങനെ താരതമ്യം ചെയ്തു പോരുമ്പോൾ അടിസ്ഥാനപരമായിട്ടല്ല ഒന്നാണ്. ജനിച്ചിട്ടില്ലാത്തവനും ജനിപ്പിച്ചിട്ടില്ലാത്തവനും ആദ്യന്തങ്ങളില്ലാത്തവനുമാണ് അള്ളാഹു എന്നാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ് ഈ പ്രാർത്ഥന. നേരത്തെ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം. റഹ്മാനും റഹീമുമാണ്. വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്ന പടച്ച തമ്പുരാൻ ആരെയും സൃഷ്ടിച്ചിട്ടില്ല, ആരും അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുമില്ല. ഇത് തന്നെയാണ് അനാദ്യന്ത വിഹീനൻ എന്ന ഭാരതീയ ബ്രഹ്മസങ്കല്പത്തിലുള്ളത്. ഇത് ഞാൻ വലിയ പണ്ഡിതനായതുകൊണ്ട് പറയല്ല, എന്റെ എളിയ ബുദ്ധി വെച്ച് വായിച്ചപ്പോൾ അടുക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പോ അകന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ആൾക്കാർ ശ്രമിച്ചിട്ട് അകന്ന് തന്തി അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ പണി ചെയ്തോട്ടെ. എന്റെ പണി അതല്ല. ഞാൻ അന്വേഷിക്കുന്നത് മതങ്ങൾ തമ്മിൽ പരസ്പരം അടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. നോക്കുമ്പോൾ അടുക്കാനുള്ള വഴി മാത്രമേ കൂടുതലായിട്ടുള്ളൂ. എന്തെങ്കിലും ചെറിയ പഴുത്തുണ്ടെങ്കിൽ അത് വലുതാക്കിയിട്ട് അകയാൻ എന്താണ് വഴി എന്ന് നോക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളൊന്നും നിങ്ങൾ കൂട്ടാക്കണ്ട. അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചത് ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണമെന്നാണ്. പുരാതന അറേബ്യയിൽ നിന്ന് പുരാതന ചൈനയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധ്യമായ കാര്യമല്ല. അത്ര കഷ്ടപ്പാട് നടത്തി ചെയ്തിട്ടാണെങ്കിലും അറിവ് നേടിയാലല്ലാതെ മനുഷ്യൻ സ്വതന്ത്രനാവുകയില്ല, മനുഷ്യൻ നല്ലവനാവുകയില്ല. അപ്പൊ അറിവ് നന്മയിലേക്കുള്ള വഴിയാണ്. ഇത് പഠിപ്പിക്കലാണ് പ്രവാചകന്റെ സന്ദേശം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹദീസുകളൊക്കെ തന്നെ ഈ അറിവിനെ കുറിച്ചുള്ളതാണ്. പ്രവാചകൻ പറയാനിടുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഒരുപാട് ഉമ്മമാർ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ ഈ ഉമ്മമാരെ വളരെ കൂടുതൽ ആദരിക്കുന്ന ഒരാളാണ്. അയച്ചുമുത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ എത്രയോ ഉമ്മമാർ അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. ദസ്വിയിൽ ഇങ്ങനെ ഓരോ മണികളിൽ തിരിപ്പിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നാട് നശിച്ചു പോകാതെ ബാക്കിയാകുന്നത്. ഉമ്മമാരുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഉമ്മമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മമാർ പ്രാർത്ഥിച്ചാൽ അപ്പൊ ആ ഉമ്മമാരുടെ, അതുകൊണ്ടാണ് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ പറഞ്ഞത്. സ്വർഗത്തെ വളരെ പ്രധാനമായി കണക്കാക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ സ്വർഗം നേടാൻ ഒരു മനുഷ്യൻ സത്യവിശ്വാസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മയെ ദൈവത്തെ പോലെ ആദരിക്കുക. പിന്നീട് വാപ്പയെ, പിതാവിനെ. മതം, ഇസ്ലാമിന്റെ എല്ലാ പ്രബോധനങ്ങളും വീട്ടിൽ നിന്ന് തുടങ്ങുന്നു. സന്യാസം ആവശ്യപ്പെട്ട ഒരു മതമല്ല. ഉമ്മയെ ആദരിക്കുന്നവന്, ഉമ്മയ്ക്ക് അടിപണിയുന്നവന് സ്വർഗത്തിന് അവകാശമുണ്ട്. വാപ്പയെ അനുസരിക്കുന്നവന് സ്വർഗത്തിന് അവകാശമുണ്ട്. സഹോദരങ്ങളെ സ്നേഹിക്കുന്നവന് സ്വർഗത്തിന് അവകാശമുണ്ട്. തന്റെ സഹജീവികൾക്ക് നീതി മാത്രം പകർന്നവന് സ്വർഗത്തിന് അവകാശമുണ്ട്. സഹജീവികളോട് നീതി, സഹജീവികളെ സ്നേഹത്തോടു കൂടി ഓർക്കണമെന്നാണ്. അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കണം എന്നാണ്.
അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ല ഓരോ വീട്ടിലും വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സിദ്ദിഖിന് പ്രശ്നം വരുമ്പോൾ ഞാൻ സിദ്ദിഖിന്റെ സഹായത്തിനെത്തിയാൽ ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയായി പ്രവർത്തിക്കുന്ന ഒരു സത്യവിശ്വാസിയായി തീരും. അല്ലാതെ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രശ്നം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ദൈവവിരുദ്ധരുമായി തീരും. ഇതെല്ലാം മതങ്ങളുടെ വിശ്വാസമാണ്. പങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പൂന്താനം വിചാരിച്ചത്. ശരിക്കും പങ്ങാട്ടച്ഛൻ തന്നെയാണ് സഹായിച്ചത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയത് ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്നത്. അങ്ങനെയൊക്കെ തോന്നും. വല്ലാത്തൊരു കഷ്ടപ്പാടിൽ വാസുദേവനോട് സഹായം ചെയ്യുമ്പോൾ ഗുരുവായൂരപ്പന്റെ അവതാരമാണ് വാസുദേവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഖലീഫ, അത് ഇസ്ലാമും പറയുന്ന ഖലീഫയായിട്ട് പ്രവർത്തിക്കണം. ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് പ്രവർത്തിച്ചാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതെല്ലാം മതത്തിന് ബാധകമാണ് കേട്ടോ. ഞാൻ ഇസ്ലാമിന്റെ ടെർമിനോളജി ഉപയോഗിച്ചത് നബിദിനത്തിലാണ് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹിന്ദുമതത്തെ കുറിച്ച് പറയാം. അച്ഛൻ ഇവിടെ ഇരിക്കുകയല്ലേ, കൊറിന്ത്യർക്കുള്ള കത്തുകളിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ളത് പോലും മനുഷ്യനിൽ സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമില്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എന്റെ ശബ്ദം, പ്രസംഗം അർത്ഥശൂന്യമാണ്. ഈ സ്നേഹമാണ് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതൻ. നബി ഒന്നും പറഞ്ഞില്ല. അന്ത്യപ്രവാചകൻ പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നവനാണ്. ഇത് ഏറെയും കുറഞ്ഞും എല്ലാ മതങ്ങളിലുമുണ്ട്. ഇതറിയാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. കാണപ്പെട്ടതിലൊക്കെ ഈശ്വരനാണ്. എന്റെ കുട്ടിക്കാലത്ത്, ഞാൻ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കുട്ടിക്കാലത്ത് ഈ പാമ്പൻ കാവിലൊക്കെ കളിക്കാൻ പോകും. തറവാട്ടിലൊരു പാമ്പൻ കാവുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒരിക്കൽ പാമ്പിനെ കണ്ട് പേടിച്ച് ഓടി അമ്മമ്മയുടെ അടുത്ത് വന്നു. അയ്യോ അതാ പാമ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചപ്പോ അമ്മമ്മ പറഞ്ഞു അത് പേടിക്കൊന്നും വേണ്ട, 5 മണിക്ക് ഒരു പാമ്പ് അതിൽ കൂടെ പോവല് പതിവുള്ളതാണ്, സത്യമുള്ള പാമ്പാണ്. ഈ ബസ്സൊക്കെ പോണ സമയം പറയുന്ന പോലെ 5 മണിക്ക് പോണ ബസ്, 6 മണിക്ക് പോണ ബസ് പറഞ്ഞ പോലെ 5 മണിക്ക് പോണ പാമ്പ്, 6 മണിക്ക് പോണ പാമ്പ് എന്നൊക്കെ അവർക്ക് നല്ല പരിചയം. എന്നിട്ട് മുത്തശ്ശി അമ്മമ്മ എന്നാ പാമ്പിനോട് പറയാം, നമ്മുടെ കുട്ടികളല്ലേ പേടിപ്പിക്കരുത് കേട്ടോ, വേണ്ടതൊക്കെ തരാ. പാമ്പിനോട് അങ്ങോട്ട് വർത്തമാനം. നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയെ സംബന്ധിച്ച് ആ പാമ്പും ഞാനും സ്വന്തം മക്കളാണ്. ഈ ജീവജാലങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്ലാമും പറയും. ഇസ്ലാമിന്റെ ധർമ്മബോധന പ്രകാരം മനുഷ്യനല്ല ഈ ഭൂമിയിൽ ആവാസത്തിലെ മുഴുവൻ അവകാശികൾ. സകല ജീവജാലങ്ങളെയും സ്നേഹിക്കണം. വിശുദ്ധ ഖുർആനിൽ പറയും, ഒരേ തൊടിയിൽ ഒരേ വെയിലും മഞ്ഞും മഴയും കൊണ്ട് പല വൃക്ഷങ്ങൾ വളരുന്നു. ഒരു വൃക്ഷത്തിന്റെ ഫലം മധുരിക്കുന്നു, മറ്റൊരു വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നു. അല്ലെ? ഇവിടെ തന്നെ നിങ്ങൾ മാതളനാരങ്ങ നട്ടാൽ നല്ല മധുരം, കാഞ്ഞിരം നട്ടാൽ നല്ല കയ്പ്. അല്ലെ? ഈ മണ്ണിൽ തന്നെ നട്ടാൽ മതി. ഇത് ആരുടെ നിയമം? അത് നാഥന്റെ നിയമം. ഖുർആൻ പറയാണ്, അതിൽ നിനക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ദൃഷ്ടാന്തങ്ങളാണ്. എന്താണ്? ചീത്ത മനുഷ്യനും നല്ല മനുഷ്യനും ഒരേ മണ്ണിൽ തന്നെ ഉണ്ടായി എന്ന് വരും. ഒരു ഉമ്മയ്ക്ക് 2 മക്കളുണ്ടായതിൽ ഒരാൾ ചീത്ത മകനായി വരും, ഒരാൾ നല്ല മകനായി വരും. ഇതിനൊക്കെ നമുക്ക് പ്രത്യേക കാരണമൊന്നും പറയാൻ പറ്റില്ല. ഇതിനെ ഒന്നിപ്പിക്കേണ്ടത് നല്ലവരുടെ ഉത്തരവാദിത്വം ഈ തിന്മയിലേക്ക് പോകുന്നവരെ തിരുത്തുക. പ്രവാചകൻ പറയും, മദ്യം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മാതാവാണ്. അന്ത്യപ്രവാചകന്റെ ഈ മദ്യനിരോധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം 1400-ലധികം കൊല്ലം മുമ്പ് അന്ത്യപ്രവാചകൻ നൽകിയതാണ്. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മാതാവാണ് മദ്യം. ഇപ്പൊ മദ്യം മാത്രമൊന്നുമല്ല, പലതരം സാധനങ്ങളാണ് വരുന്നത്. ഞാൻ കള്ളുടിക്കാത്ത ആളായതുകൊണ്ട്, ഞാൻ മദ്യപാനത്തിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല. ഇപ്പൊ ആരോ പറഞ്ഞു കള്ളുടിയൊക്കെ നിർത്തിയിരുന്നു. പ്രാന്തൊക്കെ മാറി ഒരക്കൊണ്ട് കോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വേറെന്തോ സാധനം പൊടി തിന്നുന്നുണ്ട്. ആ പൊടി മദ്യത്തിനേക്കാൾ എത്രയോ ഇരട്ടി ആപൽക്കരമായ സാധനമാണ്. മയക്കുമരുന്നുകൾ കുട്ടികൾക്കിടയിൽ വ്യാപിക്കുന്നു. പ്രൊഫഷണൽ കോളേജുകളുടെ പഠിക്കൽ ഈ മയക്കുമരുന്നുകൾക്ക് അടിമയായ കുട്ടികൾക്ക് ഇത് പണം കൊടുത്ത് വാങ്ങാൻ, വലിയ വില കൊടുത്ത് വാങ്ങാൻ കിട്ടാഞ്ഞിട്ട് അത്രയും ഡോസുള്ള ഒരുതരം മണൽപ്പാമ്പുകളെ കുപ്പിയിൽ കൊണ്ടുവന്ന് നാവിന്റെ മുകളിൽ കൊത്തിക്കുന്നു. ഇതിന്റെ ഒരു ഡോക്യുമെന്ററി ഞാൻ കണ്ടത്. ഈ പാമ്പിന്റെ വിഷത്തിനോളം മാരകമായ വിഷമാണ് ഈ കുട്ടി മയക്കുമരുന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. ഇതിനെയൊക്കെ കുട്ടികളെ തിരുത്തുക എന്നുള്ളതിന് ഈ പ്രബോധനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാതെ മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചു കൊല്ലാനല്ല. അന്ത്യപ്രവാചകന്റെ സന്ദേശങ്ങൾ തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ജഗദ്ഗുരു ആദിശങ്കരൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസി വര്യൻ, ഈ കേരളത്തിന് പോയ ആളാണ്. ആലുവ പുഴയുടെ തീരത്തിനാണ് പോയത്. അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളും ഇല്ലാതായാലും അമ്മയ്ക്ക് വേണ്ടി സാധാരണ സന്യാസിമാരും സന്യസിച്ചു പോയാൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരലില്ല. ഗൃഹസ്ഥാശ്രമമില്ല, അമ്മയില്ല, അച്ഛനില്ല, അങ്ങനെയാണ്. പക്ഷേ ആദിശങ്കരൻ ജഗദ്ഗുരു മാത്രം അമ്മയ്ക്ക് വേണ്ടി തിരിച്ചു വന്നു. അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഉച്ചരിച്ച 5 ശ്ലോകങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒറ്റ ശ്ലോകം: അസ്താം താവതീയം പ്രസൂതി സമയേ
ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സംവത്സരി ഏകസ്യാപിന ഗർഭഭാര ഭരണക്ലേശസ്യ യസ്യ ക്ഷമോ ധാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമ. ഇത് സംസ്കൃതം. അതിന്റെ മലയാളം ഏതാണ്ട് ഇങ്ങനെയാണ്: അമ്മേ, എന്നെ ഗർഭപാത്രത്തിലൂറിയ നിമിഷം മുതൽ അവിടുന്ന് കഷ്ടപ്പെട്ടില്ലേ? നൈരുച്യം, രുചിയില്ലാതെ, തനുശോഷണം, ശരീരം ശോഷിച്ച് കഷ്ടപ്പെട്ടില്ലേ? പ്രസവിക്കുന്ന സമയത്ത് ആയിരക്കണക്കായ ശൂലങ്ങൾ തറച്ചു കയറുന്ന വേദന അവിടുന്ന് അനുഭവിച്ചില്ലേ? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ പോലും അവിടുന്ന് കിടന്നില്ലേ? അമ്മയെന്ന് മാറ്റി അവിടെ ഉമ്മയെന്നാക്കി നോക്കൂ, അമ്മച്ചി എന്നാക്കി നോക്കൂ, മമ്മി എന്നാക്കി നോക്കൂ. ഏത് മാതാവിനും ഇത് ബാധകമാണ്. നമ്മളെ 10 മാസം ചുമന്ന് പ്രസവിച്ചത് ഒരു മാതാവാണ്. അതുകൊണ്ട് ആ അമ്മയോട് ജഗദ്ഗുരു പറയുകയാണ്, തസ്യൈ ജനന്യൈ നമ, ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. അന്ത്യപ്രവാചകന്റെ ഹദീസ് നോക്കൂ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. നമസ്കരിച്ചാൽ എവിടെയാണ് എത്തുക? അമ്മയുടെ കാൽച്ചുവട്ടിലാണ് എത്തുക. ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ട്. തസ്യൈ ജനന്യൈ നമ എന്ന് പറയുന്ന ജഗദ്ഗുരു ആദിശങ്കരന്റെ വചനവും ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച അന്ത്യപ്രവാചകന്റെ ഹദീസും ഇങ്ങനെ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ, ഉമ്മയ്ക്ക് പറഞ്ഞ മക്കളാണ് നമ്മളെങ്കിൽ, അമ്മയ്ക്ക് പറഞ്ഞ മക്കളാണ് നമ്മളെങ്കിൽ, നമ്മളിൽ ആർക്ക് വേദനയുണ്ടായാലും ഏതെങ്കിലും ഒരു ഉമ്മ നിലവിളിക്കുന്നുണ്ട്. ഇന്നലെ ലവ് ജിഹാദിന്റെ പേരിൽ ചുട്ടുകരിക്കപ്പെട്ട മനുഷ്യനും ഒരു ഉമ്മയുണ്ട്. അയാളെ ചുട്ടുകരിച്ച ആൾക്കും ഒരു അമ്മയുണ്ട്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇയാളെ ചൊല്ലിയാണ് അമ്മ നിലവിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് അവിടെ അകലെ ഇരിക്കുന്ന അമ്മമാർ, ഉമ്മമാർ പറയണം, ഏത് മതത്തിൽ പിറന്നാലും അള്ളാഹുവിന്റെ മക്കളാണ് ഓരോ കുട്ടിയും. പരസ്പരം പോരടിക്കരുത്, കൊല്ലരുത്, വേദനിപ്പിക്കരുത്. ഏത് കുഞ്ഞു മരിച്ചാലും ഉമ്മമാർ വേദനിക്കും. 100ഓളം നവജാത ശിശുക്കളാണ് ഇന്ത്യയിൽ ശ്വാസം മുട്ടി മരിച്ചത്. നിങ്ങൾ ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. എനിക്ക് ശ്വാസം മുട്ടുണ്ടായ ഒരു സന്ദർഭം, 60 കുട്ടികൾ മരിച്ചു, പിന്നെ കാണാൻ 40 കുട്ടികൾ മരിച്ചു. ഓക്സിജൻ കിട്ടാതെ ഈ ഭൂമിയിലേക്ക് പടച്ചതമ്പരൻ അയച്ച കുട്ടികൾ മണ്ണിലേക്ക് വരുമ്പോഴേക്കും വായു കൊടുക്കാതെ കൊന്നുകളഞ്ഞു. 100 കണക്കിന് നവജാത ശിശുക്കൾ ശ്വാസം മുട്ടി മരിച്ചപ്പോൾ ചെറുവിരൽ അനക്കാത്ത ആളുകൾ, അനങ്ങാതിരുന്ന ആളുകൾ, ഒരു കള്ളസന്യാസി ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റിലായപ്പോൾ രാജ്യം കത്തിക്കുന്നത് നമ്മൾ കണ്ടു. നല്ല സന്യാസിയെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്, കള്ളസന്യാസിയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഇത് രണ്ടിലും ഉണ്ട്. കള്ളസന്യാസിമാരും കപടവാദികളും മതങ്ങൾക്കെതിരാകും. പൗണ്ഡ്രക വാസുദേവൻ എന്നൊരു കപട കൃഷ്ണൻ ഉണ്ടെന്ന് ഒരു കഥയുണ്ട് ഇന്ത്യയിൽ. കൃഷ്ണനെ പോലെ തന്നെ തോന്നും. കൃഷ്ണൻ കാണിക്കുന്നതൊക്കെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിക്കുന്നതൊക്കെ കാണിക്കുന്ന ഒരു കള്ള വാസുദേവൻ, അയാളാണ് പൗണ്ഡ്രക വാസുദേവൻ. അപ്പൊ പൗണ്ഡ്രക വാസുദേവനെ കണ്ടാൽ തെറ്റിദ്ധരിക്കും ആളുകൾ. വേണ്ടത്ര വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകള് ഈ കള്ളകൃഷ്ണനാണ് ശരിയായ കൃഷ്ണൻ തെറ്റിദ്ധരിക്കും. അതുപോലെ ദജ്ജാൽ എന്നൊരു ദജ്ജാലിനെ കുറിച്ച് സങ്കല്പം ഇസ്ലാമിലുണ്ട്. ദൈവത്തിനെ പോലെ കാണിക്കും, അള്ളാഹുവിനെ പോലെയൊക്കെ തോന്നിക്കും, പക്ഷെ തെറ്റിദ്ധരിക്കരുതെന്നാണ്. സത്യവിശ്വാസിക്ക് അവന്റെ നെറ്റിയിൽ എഴുതിയത് കാണാം, ഇവൻ അവിശ്വാസി, അല്ലേ? ഇതറിയാനുള്ള കണ്ണു വേണം. അവിടെയാണ് പരസ്പരം കൊല്ലാതെ, വേദനിപ്പിക്കാതെ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ, ലോകത്തുള്ളവരെ നമുക്ക് മാറ്റി നിർത്തുക. ഇന്ത്യയിലാണ് ഇപ്പോൾ, മറ്റുള്ള സംഘർഷങ്ങളെ നമുക്ക് പിന്നീട് നോക്കാം. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ഒരു ഉമ്മ പെറ്റ മക്കളാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മക്കളെ പഠിപ്പിക്കണം. മുഹമ്മദ് വീണാലും, ജോസഫ് വീണാലും, രാമൻ വീണാലും നെഞ്ചുപൊട്ടി നിലവിളിക്കുന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേര് ഭാരതം എന്നാണ്. ഈ 130 കോടി ജനങ്ങൾക്കും ഇവിടെ ഒരുപോലെ ജീവിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതിന് നമുക്ക് പരിപൂർണ അധികാരം തന്നിട്ടുണ്ട്. ഇതൊരു മതേതര ഫെഡറൽ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ മതവിശ്വാസങ്ങൾ കൊണ്ടു നടത്താൻ ഈ രാജ്യത്ത് അവകാശമുണ്ട്. അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി നിലനിർത്താൻ അവകാശമുണ്ട്. ഒരു മതവും മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയുള്ള ഒരു ഫെഡറൽ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന പൗരന്മാർ പരസ്പരം അറിയണം, പ്രബോധനങ്ങൾ തിരിച്ചറിയണം, അന്ത്യപ്രവാചകനെ എല്ലാവരും അറിയണം. ഒപ്പം ഈ രാജ്യത്തുണ്ടായ മറ്റു മതപ്രബോധനങ്ങളെയും പരസ്പരം അറിയണം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതൊരു മാതൃകയായി തീരട്ടെ. ഇവിടെ പന്താവൂർ മഹല്ല് സിദ്ദിഖ് വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആളാണ്. പ്രസംഗിച്ചു തുടങ്ങിയാൽ എന്റെ ഒരു കുഴപ്പം, നിർത്താൻ തന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കും. എന്റെ വണ്ടി പോകും. അതുകൊണ്ട് വളരെ സമാധാനപൂർവ്വം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്, ഞാൻ പറഞ്ഞതാണ്. നല്ലത് വല്ലതുണ്ടെങ്കിൽ എന്റെ എല്ലാ
മഹാന്മാരായ മനുഷ്യസ്നേഹികൾ, അന്ത്യപ്രവാചകൻ വരെയുള്ള പ്രവാചക പരമ്പരകൾ, വിശിഷ്ട മതഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അത് പഠിച്ച് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഞാൻ ഉറപ്പിച്ചു പറയും, മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ പോരടിക്കുകയില്ല. കക്കടിക്കൽ മുസ്ലിയാരുടെ സ്ഥലമാണ് അല്ലെ, ആ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. തരിക്കുട്ടി മുസ്ലിയാരെയാണ് എനിക്കറിയാമായിരുന്ന ഒരാൾ. KVM ബഗ്ദാവൂർ എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം വട്ടംകുള സ്കൂളിൽ മാഷായി. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയതിന് കണക്കില്ല. എത്രയോ ആദ്യകാലത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പുറത്തു കിട്ടാത്ത കാലത്ത് ആമിന ബുക്ക് സ്റ്റാൾ വഴി 100 കണക്കിന് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പണ്ഡിതനായിരുന്നു KVM ബഗ്ദാവൂർ. അദ്ദേഹം ഇപ്പൊ ഇല്ല. ഞാൻ അവരെപ്പോ നേരത്തെ കുഞ്ഞുട്ടിക്കായ പറഞ്ഞതുപോലെ എനിക്കൊരു കാരണവരാണ് കുഞ്ഞുട്ടിക്ക. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒക്കെ ഉള്ള സ്ഥലത്ത് വരാനും സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും ഇങ്ങനെ ഇവിടെ ഒന്ന് ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പാട്ടുപാടാനാണ് സരസ്വതിക്ക് പറയുന്നത്. ഏത് പാട്ടാണ് ഞാൻ പാടുക? ഞാൻ കുറെ മാപ്പിളപ്പാട്ടുകളൊക്കെ പണ്ട് കാലത്ത് പഠിച്ചു. അപ്പൊ അതൊക്കെ പല സ്ഥലത്തും പാടാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടിൽ നിന്നാണ് ഈ പൊന്നാനിക്കാരനായ ഒരാൾ, ഒരു KC മുല്ല എഴുതിയ ഒരു പാട്ട്, ഇത് ഇതിനോട് ബന്ധപ്പെട്ടതല്ല. ഈ ഹംസ റളിയുള്ള അല്ലെ, ഹംസ റളിയുള്ള ഈ ഹൗളിലെ വെള്ളം സംരക്ഷിച്ചതിന്റെ കഥയും മോയിൻകുട്ടിയൊക്കെ പറയുന്നു. ആനബോധ സതുലിലാഹരി ഹംസ ചാടിയെടുത്തുടൻ എന്ന് പറയുന്ന 2 വരിയുള്ളൂ. ഈ ഹൗളിലെ വെള്ളം കുടിക്കാൻ വന്ന അസദ് എന്ന് പറയുന്ന ഒരാളോട് ഈ ഹംസ റളിയുള്ള കയർക്കുന്ന ഒരു സന്ദർഭം, അതിനെക്കുറിച്ച് KC മുല്ല എഴുതിയ ഒരു 4 വരികൾ. സിനിമ ധാരാളം രാഷ്ട്രീയ മീറ്റിങ്ങിലൊക്കെ അതിന്റെ ട്യൂൺ നിങ്ങൾക്കറിയാം. രാഷ്ട്രീയക്കാര് ഇലക്ഷൻ പാട്ടാക്കിയിട്ട് മാറ്റും. ഈ മാപ്പിളപ്പാട്ടിന്റെ ഗുണം ജനസമ്മതി ഉള്ളതുകൊണ്ട് ഇലക്ഷൻ പാട്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ പാട്ട് എങ്ങനെയാണ്? വമ്പുറ്റ ഹംസറലിയുള്ള ചാടിത്തമ്പി അസ്ഹദിൽ മാറടാ, വമ്പ മഹ്മൂദർ തന്റെ ഹൗളിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്നു ചുണയോടെ വെള്ളം കുടിച്ചാട്ടെ. ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ്. ഏതോ കാലത്ത് ഈ വമ്പുറ്റ ഹംസറലിയുള്ള എന്ന് പറയുന്ന ഈ റളിയുള്ള എന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. സൂഫിവര്യന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ സമീപകാലത്താണ് നമ്മുടെ കുറ്റിപ്പുറത്ത് ആ വളവിൽ ഒരു ജാറും, അപ്പൊ അവിടെ ഒരു ജാറത്തിലൊരു നേർച്ച ഉണ്ടാവും. ഇത്തവണ നേർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഹംസ റളിയുള്ള എന്നാണ് അവിടെയുള്ള ആ സൂഫിവര്യന്റെ പേര്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. ഏതോ ഒരു മഹാനായ മനുഷ്യൻ അതിൽ കടന്നുപോയ സൂഫിയാണ്. അതാണ് സൂഫികളും ഔലിയാക്കന്മാരുമായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ആദരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് പേര് കൊടുത്തത് ഈ ഹംസ റളിയുള്ള ഓർത്തുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ ഒരുപാട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള മുഹീദ്ദീൻ മാലയും ഒരേ സമയത്താണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടും മുഹീദ്ദീൻ മാലയും ഉണ്ടായത്. ആദ്യം ഉണ്ടായത് മുഹീദ്ദീൻ മാലയാണ്, പിന്നീട് അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ടായത്. നിങ്ങൾ ആ രണ്ടിന്റെയും വൃത്തമൊന്ന് നോക്കൂ. ഈ അകൽച്ചയില്ലാന്ന് പറയാനാണ്. മുഹീദ്ദീൻ മാലയെ പറയും, ഓടും പുഴയോടും ഒഴുകുന്നാറോടും പോരും അതെന്നോരെ പോരിച്ചു കൊണ്ടോവാർ, കനിയില്ലാ കാലം കനിയെ കൊടുത്തോവാർ, കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവാർ. അല്ലെ, വിരല് ചൂട്ടാക്കി നടന്നോവാർ എന്ന് പറയുന്നുണ്ട്. ഇതേ വൃത്തമാണ് എഴുത്തച്ഛൻ. നാളെ പുലർകാലെ ചെല്ലുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. നമുക്ക് ഇങ്ങനെ ചൊല്ലാം, നാളെ പുലർകാലെ ചെല്ലുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. നോക്കൂ, എഴുത്തച്ഛനും വലിയ ഖാസിം മുഹമ്മദിനും ഒരേ വൃത്തമാണെങ്കിൽ നമ്മൾ ഇതിനാണ് പല വൃത്തങ്ങളെ ചുറ്റിത്തിരിക്കുന്നത് അല്ലെ. ഒറ്റ വൃത്തം മനുഷ്യർക്ക് സ്നേഹത്തിന്റെ വൃത്തം. അത് പാട്ടുപാടി കേട്ടോ, പാട്ടുകൂടി പാടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി സ്നേഹപുരസരം ഈ സൗഹൃദ സദസ്സ് ഞാനിതാ വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു.